ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. വിശ്വാസത്തിലേക്ക് കടന്നുവരുവാൻ ദിവ്യകാരുണ്യനാഥൻ ക്ഷണിച്ച ഒരു ജീവിതമാണ് ഇവരുടേത്. തൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവച്ച് തനിക്ക് സാക്ഷിയായി മാറുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബമാണിത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, ഇരിങ്ങാലക്കുട രൂപതയിൽപ്പെട്ട കുറ്റിക്കാട് ഫെറോനയിൽ സെൻറ് മേരീസ് ഇടവാംഗമാണ് നന്ദു ജോൺ എന്ന് വിളിക്കപ്പെടുന്ന ഞാൻ ജീവിക്കുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും ഉൾപ്പെടുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. അക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട എനിക്ക് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ലഭിച്ചത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് അങ്ങനെ യേശുവിനെ അറിയാൻ സാധിച്ചത് എൻ്റെ അച്ഛനും അമ്മയുമാണ് അതിന് പുറകിലുള്ള നിമിത്തങ്ങളായിട്ട് വന്നിരുന്നത്. ഞാൻ താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ ഭാഗ്യമുണ്ടായത്. എൻ്റെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം ഉണ്ടായി. സാധാരണ ആ ധ്യാനം ഉണ്ടാകുമ്പോൾ ഇടവക പള്ളിയിലല്ല ധ്യാനമുണ്ടാവുക, അത് ഇടവകയെ 4ഓ 5ഓ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പല സ്ഥലങ്ങളിലാണ് ആ ധ്യാനം ഉണ്ടാവുക. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തുള്ള ഒരു ക്രൈസ്തവ ഭവനത്തിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് ആ ധ്യാനം ഉണ്ടായത്. എനിക്ക് ആ പ്രസംഗമൊക്കെ നന്നായിട്ട് എൻ്റെ വീട്ടിലേക്ക് കേൾക്കാമായിരുന്നു. അവിടുത്തെ നല്ല പാട്ടുകൾ കേൾക്കാം. ഞാൻ വീട്ടിലിരുന്ന് ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, നന്ദു, അത് യേശുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ സ്വകാര്യ സ്വത്തല്ല, യേശു എല്ലാവരുടേതുമാണ്. നീ അവിടെ പോയിരുന്ന് കേട്ടുകൊള്ളാൻ എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ടുപോകൂ, ആ പറയുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ കുറിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അച്ഛൻ അന്ന് വചനം കേൾക്കുവാൻ, യേശുവിൻ്റെ വചനം കേൾക്കുവാൻ അങ്ങോട്ട് അയക്കുകയും അവിടെ ഇരുന്ന് യേശുവിൻ്റെ വചനങ്ങൾ 4-5 ദിവസം ശ്രവിക്കുകയും ചെയ്തതാണ് യേശുവിലേക്ക് വരുവാൻ, വിശ്വാസം സ്വീകരിക്കുവാനായിട്ട് എനിക്കിടയായത്. എൻ്റെ അച്ഛൻ മരിച്ചുപോയിട്ട് 15 വർഷം തികയുന്നു. എങ്കിലും അച്ഛൻ്റെ മരിക്കാത്ത ഓർമ്മകൾ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ആ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു അനുഭവം കൂടി ഉണ്ടായി. സന്തോഷകരമായ അനുഭവം ധാരാളമുണ്ടായി, ഒപ്പം വേദനിപ്പിക്കുന്ന ഒരു അനുഭവം. അത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നു. സ്നേഹവിരുന്നിൻ്റെ അന്ന് എല്ലാ വീടുകളിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു. ഞങ്ങളെല്ലാവരും കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായി അവിടെ ഇരുന്ന് ഈ സ്നേഹവിരുന്നിൽ പങ്കുചേർന്നു. പിന്നീട് ഉണ്ടായ വിശുദ്ധ കുർബാനയിൽ ഒരു അച്ഛൻ തിളങ്ങുന്ന ഉടുപ്പിട്ട് എന്തൊക്കെയോ പ്രാർത്ഥനകൾ ചൊല്ലി അതിനവസാനമായി എല്ലാവർക്കും ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന നാവിൽ കൊടുക്കുകയുണ്ടായി. ഞാനും അത് സ്വീകരിക്കാൻ ആ പരിശുദ്ധ കുർബാനയുടെ ക്യൂവിൽ നിന്നു.
എൻ്റെ മുമ്പിൽ 4-5 പേർ മാത്രം അങ്ങനെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, അദ്ദേഹം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല, ക്യൂവിലില്ല, മാറി നിന്ന് എന്നെ ആംഗ്യം കാണിച്ചു വിളിച്ചു. എൻ്റെ മുഖം, അദ്ദേഹത്തിൻ്റെ മുഖം വല്ലാതിരിക്കുന്നു, ഞാനത് സ്വീകരിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്തിനാണ് വിളിച്ചത്? കൂട്ടുകാരൻ പറഞ്ഞു, നന്ദു, ഇത് നീ സ്വീകരിക്കാൻ പാടില്ല, ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഇന്നലെ ഈ കഴിഞ്ഞ മണിക്കൂറിലുണ്ടായ ആ സ്നേഹവിരുന്നിൽ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ നിങ്ങൾ കഴിച്ചല്ലോ, ഇപ്പോൾ എന്താണ് ഇതെനിക്ക് തരാത്തത്? അദ്ദേഹം പറഞ്ഞത്, കുർബാനയാണ്, ഇത് നീ സ്വീകരിക്കാൻ പാടില്ല, ഇത് അക്രൈസ്തവർക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ ആ വരിയിൽ നിന്ന് മാറിപ്പോയി തനിച്ച് അവിടെ ഇരുന്നു. എനിക്ക് ഏറെ സങ്കടം തോന്നി. എൻ്റെ രുചി എന്തായിരിക്കുമോ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ജീവിതത്തിലെ ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുണ്ടായ ഒരു വേദനിപ്പിക്കുന്ന അനുഭവമായി അത് മാറി. എങ്കിലും ഞാൻ വീണ്ടും ഈ കുർബാനയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിച്ചു. ഓരോ ധ്യാനങ്ങൾ, അത് ആദ്യത്തെ ധ്യാനാനുഭവമാണെങ്കിലും പിന്നീട് എല്ലാ വർഷവും 1-2 ധ്യാനങ്ങളിൽ സംബന്ധിക്കും. എൻ്റെ അച്ഛൻ എനിക്ക് അതിനുള്ള പണം തന്നുവിടും. യേശുവിനെക്കുറിച്ച് കൂടുതൽ കേൾക്കുവാൻ അത് നല്ല അവസരമായി മാറി. പഠനകാലത്തോടൊപ്പം ഈ ദൈവവചനം കേൾക്കുക പതിവായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ധ്യാനത്തിലൊക്കെ കിട്ടിയ ചിന്തയിൽ നിന്ന് നമുക്കൊരു കൂട്ടായ്മയുണ്ടാകണം, ഒരു ഫെല്ലോഷിപ്പ് ഇല്ലാതെ ഇതിൽ നിൽക്കാൻ സാധ്യമല്ലെന്ന് പഠിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള പള്ളിയോട് സമീപമുള്ള ഒരു FCC കോൺവെൻ്റ് ഉണ്ട്. അവിടെ എല്ലാ ഞായറാഴ്ചയും ഒരു കൊച്ചു പ്രാർത്ഥന നടക്കുന്നുണ്ട്. പക്ഷേ മദ്യപാനം ഉപേക്ഷിച്ചവർക്ക് മാത്രമുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ്. ഞാൻ അവിടെ ചെന്നു. അന്നുണ്ടായിരുന്ന ഒരു സിസ്റ്റർ, പ്രായമുള്ള സിസ്റ്റർ, എന്നെ പ്രോത്സാഹിപ്പിച്ചു. നീ ഇവിടെ വന്നിരുന്ന് വചനം കേട്ടുകൊള്ളൂ, മദ്യപാനം നിർത്തിയ ആളുകളുടെ കൂട്ടായ്മയാണെങ്കിലും വിഷമിക്കേണ്ട, ഇവിടെ വന്നിരുന്ന് വചനം കേട്ടുകൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവിടെ അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ നിന്ന് മദ്യപാനത്തിന് അടിമകളായിട്ടുള്ള ആളുകളെ എങ്ങനെ സഹായിക്കാൻ കഴിയും, അങ്ങനെയുള്ളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിങ്ങാലക്കുട രൂപതയിൽപ്പെട്ട BLM ധ്യാനകേന്ദ്രം, ആ ധ്യാനകേന്ദ്രം ഇപ്പോഴും പ്രവർത്തന സജ്ജമാണ്. അവിടെ ധ്യാനകേന്ദ്രം മാത്രമല്ല, അവിടെ സെമിനാരിയുണ്ട്, ധാരാളം ആത്മീയ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ചെന്നു. സിസ്റ്റർ എന്നെ വിട്ടതാണ്. അവിടെ ചെന്നു മദ്യപാനികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അഥവാ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ക്ലാസ്സുകൾ, അത് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പോയത്. അന്നും അവിടെ വിശുദ്ധ കുർബാനയുണ്ടായിരുന്നു. എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധ്യമല്ലല്ലോ, ക്രൈസ്തവർക്ക് അത് കൊടുക്കില്ലല്ലോ. ഉണ്ട് കുർബാന എല്ലാവരും സ്വീകരിക്കുന്നത് നോക്കി ഞാനൊരു സൈഡിലെ കസേരയിലിരുന്നു. സമയം കടന്നുപോയി. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ മൈക്കിലൂടെ സംസാരിച്ചു. ഈ കൂട്ടത്തിൽ അക്രൈസ്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിയായി അൾത്താരയിലേക്ക് വരാൻ പറഞ്ഞു. എന്നോടൊപ്പം 2-3 സഹോദരന്മാരുണ്ടായി. അവർ വരിയായി പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ചെന്നു. ഞാൻ വിചാരിച്ചത് കുർബാന തരാനായിരിക്കുമെന്നാണ്. പക്ഷേ ഞങ്ങളോട് കൈ നീട്ടാൻ പറഞ്ഞു. ഞങ്ങളുടെ കൈകളിൽ ഓരോ വാടാർമല്ലി പുഷ്പം വെച്ച് തന്നു. ഞാൻ ആ പൂ പിന്നീട്, അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ്, അന്ന് ആ പൂ കൊണ്ടുവന്ന് എൻ്റെ പുസ്തകത്തിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഞാൻ ഒരിക്കലും മറക്കാത്ത അനുഭവമാണത്. എനിക്ക് കുർബാനയല്ല കിട്ടിയത്, ഒരു വാടാർമല്ലി പുഷ്പം. ഞാൻ ആ പൂ എൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളിൽ വളരെ വർഷക്കാലം സൂക്ഷിക്കുകയുണ്ടായി. പിന്നീട് ആ പൂ അതിൻ്റെ പുസ്തകത്തിൻ്റെ ഉള്ളിലിരുന്ന് ദ്രവിച്ച്, അതിൻ്റെ ഓരോ അടരുകളും ദ്രവിച്ച് അതിൻ്റെ നിറം മാറി ഒരു ബ്രൗൺ കളറായിട്ട് മാറി. പിന്നെ അത് പുസ്തകത്തിൽ കൊണ്ടു നടക്കാൻ പറ്റാതെ ഇപ്പോൾ അതിനെ ഉപേക്ഷിച്ചു. എങ്കിലും എനിക്കന്ന് കിട്ടിയ മനോഹരമായ ദൈവാനുഭവം, അത് ഈ വാടാർമല്ലി പുഷ്പം, പരിശുദ്ധ കുർബാന എനിക്ക് കിട്ടുന്നതിന് മുമ്പായി ദൈവം നൽകിയ വലിയ സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു. ഈ അനുഭവം എന്നെ വിശുദ്ധ കുർബാനയിലേക്ക് വീണ്ടും നയിക്കാൻ ഇടവന്നു. ആത്മദാഹം തീർക്കുവാൻ ഈശോ ഇറങ്ങി വന്ന അനുഭവമാണ് ഇദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിലുള്ളത്. ദിവ്യകാരുണ്യത്തിലുള്ള സംശയങ്ങൾക്ക് ഈശോ തന്നെ മറുപടി നൽകി വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുത്തുന്ന അനുഭവം ഈ ജീവിതത്തിലുണ്ട്. സ്നേഹമുള്ളവരെ, വിശ്വാസ ജീവിതം എത്ര മനോഹരമായി കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ. എൻ്റെ ജീവിതത്തിലും ധാരാളം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയും ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൽ ധാരാളം സംശയങ്ങൾ ഉരുത്തിരിയുവാൻ ഒരു സാഹചര്യമുണ്ടായി. ഒരിക്കൽ മറ്റു സഭയിൽപ്പെട്ട ഒരു സഹോദരൻ
എനിക്കൊരു പുസ്തകം വായിക്കാൻ തന്നു. ആ പുസ്തകത്തിൻ്റെ പേര് തിരുവോസ്തി ഉറുമ്പ് തിന്നാൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ സശ്രദ്ധം വായിച്ചു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലെന്നും അത് വെറുമൊരു ഗോതമ്പപ്പമാണെന്നും തിരുസഭയെയും വൈദികരെയും സന്യസ്തരെയും മോശമായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പുസ്തകമായിരുന്നു അത്. എന്തോ അത് വായിച്ചതിന് ശേഷം എൻ്റെ തലയ്ക്കകത്ത് വല്ലാത്ത ഭാരവും സംശയങ്ങളും അസ്വസ്ഥതയുമായി. സത്യത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ ഈ പരിശുദ്ധ കുർബാനയിൽ? ഇതിൽ പങ്കെടുക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ സംശയങ്ങൾക്ക് ഉത്തരം എപ്പോഴും എൻ്റെ അച്ഛനാണ് തന്നുകൊണ്ടിരുന്നത്. പക്ഷെ അച്ഛന് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ മതഗ്രന്ഥത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. അച്ഛനോട് ഞാൻ വീണ്ടും ചോദിച്ചു, എനിക്ക് ധ്യാനിക്കാൻ പോകണം. അച്ഛനെനിക്ക് ധ്യാനിക്കാൻ പണം തന്നു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വീണ്ടും ധ്യാനിക്കാനായിട്ട് ചെന്നു. രോഗശാന്തിക്ക് വേണ്ടിയൊന്നുമല്ല ചെന്നത്. ഈ സംശയം മാറിക്കിട്ടണം. തിരുവോസ്തിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ഈ സംശയം തീർക്കാനാണ് പോയത്. അവിടെ പ്രസംഗിക്കപ്പെടുന്ന ദൈവവചനങ്ങൾ വളരെ സശ്രദ്ധം ഞാൻ കേട്ടു. അതിലൊന്നും എനിക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയില്ല. ഞാനതിനു വേണ്ടി കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് 1995 ഡിസംബർ മാസത്തിലെ ആ ധ്യാനത്തിന് ഒരു വ്യാഴാഴ്ചയാണെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്നു. 10,000-കണക്കിന് ആളുകൾ ഡിവൈനിൽ അന്ന് ധ്യാനിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവോസ്തി വലിയ തിരുവോസ്തിയാണ് വയ്ക്കുക. ഞാനിരിക്കുന്ന കസേരയിൽ നിന്ന് വളരെ വ്യക്തമായി ആ തിരുവോസ്തി കാണാം. എല്ലാവരും ആ തിരുവോസ്തിയിലേക്ക് നോക്കി ആരാധിക്കുന്നു, പാട്ടുകൾ പാടുന്നു. പക്ഷേ എനിക്ക് നന്നായിട്ട് പാട്ട് പാടാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, അക്രൈസ്തവനായി എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങ് എനിക്ക് മനസ്സിലാക്കി തരണമേ. ദൈവചൈതന്യം ഇതിൽ വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കി തരണമേ. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. മഹനീയമായൊരു ദൃശ്യം ഞാൻ കണ്ടു. ആ വെളുത്ത നിറത്തിലുള്ള തിരുവോസ്തിലേക്ക് ഒരു മേഘച്ചുരുൾ ഇറങ്ങി വന്നു. ഒരു കറുത്ത മേഘത്തിൻ്റെ കളറായി അത് മാറി. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ആ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തിരുവോസ്തിലേക്ക് ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ മനോഹരമായൊരു ദൃശ്യം കണ്ടു. അതിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പുറകിൽ മറ്റൊരു വ്യക്തി നിൽക്കുന്നു. അതിന് പുറകിലും മറ്റൊരു വ്യക്തി നിൽക്കുന്നു. 3 ആളുകൾ തിരുവോസ്തിയിൽ വരിയായിട്ട് നിൽക്കുന്ന മനോഹരമായ ദൃശ്യം. ദൈവം ത്രിത്വമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3/4 മണിക്കൂർ 45 മിനിറ്റ് ആ മനോഹരമായ ദൃശ്യം എൻ്റെ കണ്ണിൽ കണ്ടു. മാത്രമല്ല ഞാനത് എൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. അന്ന് സന്തോഷത്തിൻ്റെ ഒരു രാത്രിയായിരുന്നു. തിരുവോസ്തിയിൽ കണ്ട ആ ദിവ്യമായിട്ടുള്ള അനുഭവം എന്നെ ആനന്ദിപ്പിച്ചു. പിറ്റേ ദിവസം നീണ്ട ആരാധനയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. കുറേ കൂടി മുമ്പിലെ സീറ്റിലേക്ക് കടന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ എല്ലാ സീറ്റുകളിലും അവരുടെ നോട്ട്ബുക്കും പേനയും തൂവാലയും ഒക്കെ വെച്ചിരിക്കുന്നത് കാരണം നമ്മളത് മാറ്റി അവിടെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ സീറ്റിൽ തന്നെ പോയിരുന്നു. ആരാധന ആരംഭിക്കുന്നത് ഞാൻ ആകാംക്ഷപൂർവ്വം നോക്കിയിരുന്നു. അച്ഛൻ വന്നു. അരളിക്കായിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയെ വെച്ചു. അരളിക്ക എടുത്ത് ഉയർത്തി ആശീർവദിച്ചു. യാതൊരു വ്യത്യാസമില്ല. ബലിപീഠത്തിൽ ആ വൈദികൻ അരളിക്ക വെച്ചതിന് ശേഷം കൈയെടുത്ത സെക്കൻഡിൽ വീണ്ടും 3 പേർ പ്രത്യക്ഷപ്പെട്ടു. അത് ഇന്നലെ കണ്ടതുപോലെയല്ല. 2 പേർ മുഖാഭിമുഖം കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നു. കൈകോർത്ത് പിടിച്ചു നിൽക്കുന്നവർ മുഖാഭിമുഖം നിൽക്കുമെങ്കിലും കൈകോർത്ത് പിടിച്ചവരുടെ മധ്യേ യേശു ക്രിസ്തു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുടി പുറകോട്ട് ഇളകിയാടുന്നു. മനോഹരമായ ദൃശ്യം. 2 മണിക്കൂറിലധികം ആ ചിത്രം, ആ ദർശനം എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ സാധിച്ചു. അന്നു മുതൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നുള്ള വല്ലാത്ത ദാഹവും മോഹവും എൻ്റെ ഉള്ളിലുണ്ടായി. പക്ഷേ അക്രൈസ്തവനായി എനിക്കത് സാധ്യമല്ലല്ലോ. ഞാനതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും. ഒരൊറ്റ പ്രാർത്ഥന, കാനാകാരി സ്ത്രീയുടെ പ്രാർത്ഥന. കാനാകാരി സ്ത്രീ പ്രാർത്ഥിച്ചില്ലേ? കർത്താവിൻ്റെ അടുക്കൽ വന്ന് അപേക്ഷിച്ചില്ലേ തൻ്റെ മകളുടെ രോഗശാന്തിക്ക് വേണ്ടി? യേശു മറുപടി പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അതെ കർത്താവേ, മേശമേൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ നായ്ക്കുട്ടികൾ കഴിക്കുന്നുണ്ടല്ലോ എന്ന്. എന്നതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ആളുകൾ, വിശ്വാസികളെന്ന് പറയുന്നവർ, ക്രൈസ്തവർ എന്ന് പറയുന്നവർ പള്ളിക്കകത്തിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, മക്കൾക്ക് അപ്പം വേണ്ടെങ്കിൽ നായ്ക്കുട്ടികൾക്ക് കൊടുക്കണമേ. സ്നേഹമുള്ളവരെ, എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. അതിൻ്റെ ഫലമായി 1997 ഓഗസ്റ്റ് 15 വിശ്വാസം സ്വീകരിച്ച് സഭയിൽ അംഗമാവുകയും ചെയ്തു. എൻ്റെ ആ ആത്മദാഹം കർത്താവ് തീർത്തു തരികയാണ് ഉണ്ടായത്. ഒരിക്കൽ വാടാർമല്ലി പുഷ്പം തന്ന് എന്നെ സന്തോഷിപ്പിച്ച ദൈവം പിന്നീട് ഒരിക്കലും വാടാത്ത കർത്താവിൻ്റെ തിരുശരീര രക്തം നൽകി എന്നെ അനുഗ്രഹിച്ചു. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ തിരുശരീര രക്തം സ്വീകരിച്ച അനുഭവം വല്ലാത്തൊരു അനുഭവമായിരുന്നു. പിന്നീട് അവിടെ നിന്നിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ കൂടെ ഈ അപ്പം സ്വീകരിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്നു. ഏലിയാവിനോട് ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെ
നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്രയിൽ തളർച്ചയുണ്ടാകും. എഴുന്നേറ്റ് ഭക്ഷിക്കുക. എന്നും എഴുന്നേറ്റ് ഭക്ഷിക്കുവാൻ അൾത്താരയിൽ വരുന്ന അപ്പത്തെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകും. തങ്ങളെ വിളിച്ച ദൈവത്തോട് വിശ്വസ്തരായി ജീവിക്കുവാൻ ഇവർ ശ്രമിക്കുന്നു. ദൈവസ്വരം കേൾക്കുവാൻ സക്രാരിക്ക് മുൻപിൽ അണയുന്ന ജീവിതങ്ങൾക്ക് ദൈവം ഉത്തരം നൽകുമെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഈ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ 2 തരത്തിലുള്ള അപ്പമാണ് വിശ്വാസികൾക്ക് ദൈവം നൽകുന്നത്. ഒന്ന്, ദൈവവചനമാകുന്ന അപ്പം. 2, പരിശുദ്ധ കുർബാനയാകുന്ന അപ്പം. ഈ 2 അപ്പവും സ്വീകരിക്കുമ്പോഴാണ് ആത്മാവിന് ശരിയായ പോഷണം ലഭിക്കുന്നത്. ഞാൻ ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിക്കുകയുണ്ടായി, ഇത് ഇത്ര പ്രധാനപ്പെട്ട കാര്യമാണോ? വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണമോ? വേദപുസ്തകം അതിന് ഉത്തരം നൽകി. നിങ്ങൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണം, അനുഷ്ഠിക്കണം എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും, സാധിക്കുന്ന എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിക്കണം, അനുഷ്ഠിക്കുവിനെന്ന് യേശു പറഞ്ഞിരിക്കുന്നു. രണ്ടാമതായി, വിശുദ്ധ കുർബാന എത്ര നാളത്തേക്കാണ് അനുഷ്ഠിക്കേണ്ടത്? കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, യേശുവിൻ്റെ 2ാമത്തെ ആഗമനം വരെയാണ് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും. 2ാമത്തെ ആഗമനം വരെ വിശുദ്ധ കുർബാന ഈ ലോകത്തിലുണ്ടായിരിക്കും. മൂന്നാമതായി, എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനവും ആയിരിക്കേണ്ടത്? കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 11-ൽ വീണ്ടും പറയുന്നു, നിങ്ങൾ വളരെ ഒരുക്കത്തോടുകൂടെ, ശരീരത്തെ വിവേചിച്ചറിയാതെ ഈ അപ്പം ഭക്ഷിക്കുന്നവർ ദുർബലരാകുവാനും ബലഹീനരാകുവാനും മരണപ്പെട്ടു പോകാൻ ഇടവരുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധിയോടെ വിശുദ്ധ കുർബാന അനുഭവത്തിൽ മുന്നോട്ട് പോകണമെന്ന് അപ്പോസ്തലനായ പൗലോസും പഠിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ കുർബാന അനുഭവത്തിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ധാരാളം അനുഭവങ്ങൾ, കൊച്ചു കൊച്ചു അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ട് ഏറെ വർഷങ്ങളായി. എൻ്റെ അമ്മ കണ്ണിൽ ക്യാൻസർ രോഗം ബാധിച്ചാണ് മരിച്ചു പോയത്. അമ്മ മരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അച്ഛനും മരിച്ചുപോയി. പിന്നെ ഞാൻ വീട്ടിൽ തനിച്ചായെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യവും ഈ പരിശുദ്ധ കുർബാന അനുഭവവും അതുപോലെ തന്നെ ദൈവവചനവുമാണ് എന്നെ ബലപ്പെടുത്തി നിർത്തിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ ദൈവവചന പ്രസംഗത്തിന് വേണ്ടി പോവുകയുണ്ടായി. ആ സമയത്ത് മനസ്സിൽ വല്ലാത്ത ദുഃഖം, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം, ഏകാന്തത അനുഭവിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും നെഞ്ചിൽ വല്ലാത്ത ഭാരം. അന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷം ഞാൻ പള്ളിയിലെ ധ്യാനകേന്ദ്രത്തിലെ ആ ചാപ്പലിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ പ്രസംഗിക്കാൻ അല്പസമയം കൂടിയുണ്ട്. അതിനു മുമ്പ് അല്പസമയം സക്രാരിയുടെ മുമ്പിൽ ചെലവഴിച്ചു. മനസ്സിലെ ഈ ദുഃഖഭാരം പോകുന്നില്ലല്ലോ, ഈ ഭാരമായിട്ട് ഞാനെങ്ങനെ വേദിയിൽ കയറും? പെട്ടെന്ന് ഒരു സിസ്റ്റർ അവിടേക്ക് കയറി വന്നു. സക്രാരി തുറന്ന് ഈശോയെ വിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപോകാൻ വന്നതാണ്. സക്രാരി തുറക്കുന്നു കണ്ടപ്പോൾ ഞാൻ മുട്ടുകുത്തി കൈകൂപ്പി. പെട്ടെന്ന് ആ സക്രാരിയിൽ നിന്ന് വലിയൊരു പ്രകാശം, ഒരു ഇടിമിന്നലിൻ്റെ പ്രകാശം പോലെ വലിയൊരു പ്രകാശം ആ ചാപ്പലിൽ നിറഞ്ഞു. അതെൻ്റെ നെഞ്ചിൽ തട്ടുന്ന അനുഭവമുണ്ടായി. അതേ സെക്കൻഡിൽ തന്നെ എൻ്റെ നെഞ്ചിനകത്ത് ഭാരം മുഴുവൻ പോവുകയും വലിയ സന്തോഷാനുഭവം എൻ്റെ ആന്തരിക മനസ്സിലുണ്ടാവുകയും ചെയ്തു. വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവത്തിൻ്റെ വചനം അന്ന് സംസാരിക്കാൻ സാധിച്ച് ഞാൻ ഇന്നും ഓർക്കുന്നു. കർത്താവിൻ്റെ പ്രകാശം, കർത്താവിൻ്റെ സ്പർശനം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ സക്രാരിയിൽ നിന്ന് ഒന്ന് അടിച്ചതും ഒരു വല്ലാത്ത അനുഭവമായിട്ട് ഞാൻ ഇന്നും ഓർക്കുന്നു. സ്നേഹമുള്ളവരെ, ഓരോ ദിവസവും ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ ദൈവം നടത്തുന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യം കുഞ്ഞുണ്ടായപ്പോൾ ഞാൻ മുമ്പേ ചിന്തിച്ചിരുന്നു, എനിക്കൊരു മകളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ ആ മകൾക്ക് ഐറിൻ എന്ന് പേരിടും. കാരണം ഐറിൻ എന്ന പേരിൻ്റെ അർത്ഥം സമാധാനം എന്നാണ്. അങ്ങനെ ഐറിൻ, ഒരു പെൺകുഞ്ഞ് എനിക്കുണ്ടായി, ഐറിൻ എന്ന് പേരിടുകയും ചെയ്തു. കുറച്ചു കാലം കൂടി പിന്നിട്ടു എനിക്കൊരു മകനുണ്ടായി. ധാരാളം പേരുകൾ എനിക്കറിയാം. ക്രൈസ്തവ നാമങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ദേവാലയത്തിലേക്ക് പോയി പരിശുദ്ധ കുർബാന അനുഷ്ഠിച്ചതിന് ശേഷം എല്ലാവരും പള്ളിയിൽ നിന്ന് പോയി. ഞാൻ തനിച്ച് ആ ദേവാലയത്തിൽ, ഞങ്ങളുടെ ദേവാലയത്തിൽ ഇരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, എൻ്റെ മകന് എന്ത് പേരിടണം? സക്രാരിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന ആ ശബ്ദം ഞാൻ ശ്രദ്ധിച്ചു, ഇമ്മാനുവേൽ എന്ന് പേരിടണം. സ്നേഹമുള്ളവരെ, സക്രാരിയുടെ മുമ്പിൽ നിന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ പ്രചോദനമുള്ള ആ പേര് എൻ്റെ ഉണ്ണിക്ക് ഇടുകയും ചെയ്തു. ഇന്ന് 2 കുഞ്ഞുങ്ങളാണ് എനിക്ക്, ഒന്ന് ഐറിൻ, 2 ഇമ്മാനുവേൽ.
മാത്രമല്ല എപ്പോൾ പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും നേറുന്ന പ്രശ്നങ്ങളായിട്ടോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിട്ടോ നെഞ്ചിൽ ഭാരമായിട്ടോ കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിൽ പോയി അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം വളരെ നന്നായി കേൾക്കുവാൻ സാധിക്കുന്നു. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 10:26 എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അതെ, ദേവാലയത്തിലിരിക്കുമ്പോൾ സക്രാരിക്ക് മുമ്പിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ സ്വരം ആ ശാന്തതയിൽ നന്നായിട്ട് ശ്രവിക്കാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരം, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വളരെ മുമ്പ് അപ്പോസ്തലനായ പൗലോസ് ധാരാളം ക്രൈസ്തവർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ച ആളായിരുന്നു, ദൈവത്തിനെതിരെ പ്രവർത്തിച്ച ആളായിരുന്നു. എന്നാൽ വലിയ പ്രകാശം അദ്ദേഹത്തിൻ്റെ മേൽ തട്ടുകയും ദമാസ്കസിലേക്ക് പോയ അദ്ദേഹത്തെ തട്ടിമറിച്ചിടുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും പിന്നീട് ഒരു പുതിയ മനുഷ്യനാവുകയും ചെയ്തു. ആ അപ്പോസ്തലനായ പൗലോസ് പിന്നീട് അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അഗ്രിപ്പായോട് പറയുന്നൊരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 26-19 മുതലുള്ള വാക്യങ്ങൾ. അഗ്രിപ്പ രാജാവേ, ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ മറുതലിപ്പ് കാണിച്ചില്ല എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു സന്ദേശം ഞാൻ അറിയിക്കട്ടെ. പഴയ നിയമത്തിൽ മന്നായെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. മന്ന, ഇതെന്ത് എന്നാണ് ആ വാക്കിൻ്റെ തന്നെ അർത്ഥം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ ആദ്യമായിട്ട് ഇസ്രായേൽ ജനത്തിന് മന്ന കിട്ടിയപ്പോൾ അവർ പറഞ്ഞു, മന്ന തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയാണ്, തേനിൽ മുക്കി അപ്പം തിന്നാൽ എത്ര രുചികരമായിരിക്കും, അതുപോലെയാണ് മന്ന എന്നവർ പറഞ്ഞു. കാലങ്ങൾ പിന്നിട്ടു. 1-2 വർഷം കഴിഞ്ഞപ്പോൾ സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 6-7 വാക്യത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ഈ മന്നയെക്കുറിച്ച് പറഞ്ഞു, മന്നയ്ക്ക് എണ്ണ ചേർത്തുണ്ടാക്കിയ അപ്പത്തിൻ്റെ രുചിയാണ്. അപ്പോൾ മന്നയുടെ രുചി കുറച്ചും കൂടി കുറയുകയാണ് അവരെ സംബന്ധിച്ചുണ്ടായത്. കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞു. സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 5-6 വാക്യത്തിൽ വന്നപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്ന്. സ്നേഹമുള്ളവരെ, ആദ്യം കിട്ടിയപ്പോൾ തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയും പിന്നീട് എണ്ണ ചേർത്ത അപ്പത്തിൻ്റെ രുചിയും അവസാനമായപ്പോൾ വിലകെട്ട അപ്പമായിട്ട് അവർ പറഞ്ഞപ്പോൾ ദൈവം ആഗ്നേയ സർപ്പങ്ങളെ അവരുടെ ഇടയിലേക്ക് അയക്കുകയും ആഗ്നേയ സർപ്പത്തിൻ്റെ കടിയേറ്റ് ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേൽ മരിക്കുകയും ചെയ്തു. പിന്നീട് പിച്ചള സർപ്പത്തെ ഉയർത്തി അതിനെ നോക്കി അവർ രക്ഷപ്രാപിക്കാനിടയായി. എന്നിരിക്കലും നാം വിചിന്തനം ചെയ്യണം. ആദ്യം കുർബാന അനുഭവം ഉണ്ടായപ്പോൾ വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. നല്ല ഉടുപ്പൊക്കെ ഇട്ട് പള്ളിയിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ. ഏറെ കഴിഞ്ഞപ്പോൾ അത് ഉടുപ്പ് മുഷിയുന്നത് പോലെ ജീവിതത്തിൽ മുഷിവ് സംബന്ധിച്ച് പുറകോട്ട് മാറി. അവസാനം വിലകെട്ട അപ്പം എന്ന രീതിയിൽ ഏറ്റവും പിറകിലേക്കായി. ഈ അപകടം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമേ. എന്നും ആ തേൻ ചേർത്ത അപ്പത്തിൻ്റെ രുചിയായി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ അന്തിമ നിമിഷങ്ങൾ എന്നും ധന്യമായിരിക്കും. ദൈവം അതിനെ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.